പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രിയമുള്ളവരെ, ദിനംപ്രതി നാം പ്രാർത്ഥിക്കാറുള്ളതാണ്. ഒട്ടനവധി വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ഒരു വലിയ മറുപടിക്ക് വേണ്ടി നാം ദിനംപ്രതി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നാം അത്രയേറെ വിശ്വാസത്തോടെ ഒരു വലിയ മറുപടി ലഭിക്കുമെന്ന് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൈവം നമ്മളെ മറന്നുപോയെന്നൊക്കെ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾ വരാറില്ലേ? എന്താ ദൈവം എൻ്റെ മറുപടി വൈകുന്നത്? നീ എന്നെ മറന്നു കളഞ്ഞതാണോ? ഇനി എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് മാത്രം എന്താണ് മറുപടി ലഭിക്കാത്തത് എന്നൊക്കെ ഒരു ചിന്തകൾ നമുക്കില്ലേ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ജീവിത ചരിത്രം വളരെ പരിചിതമാണ്, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്: എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മെ എല്ലാ കാലവും ഓർത്തിരിക്കുമെന്നും നമ്മുടെ കൂടെ കാണുമെന്നും പ്രതീക്ഷിച്ചവർ കണ്ടില്ലെങ്കിലും, നാം കരുതിയിരുന്നവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നൊരു ഉറപ്പാണ്: എങ്കിലും യഹോവ എന്നെ ചേർത്തു പിടിക്കും, എന്നെ ചേർത്ത് നിർത്തും. ഈ പ്രാരംഭ സമയങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. 2025 അവസാന മാസം അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ ഒട്ടനവധി പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ പിറകിൽ കിടപ്പുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. ഈ 2025 തന്നെ ഇത് പ്രാവർത്തികമാകുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഒട്ടനവധി ദൂതുകൾ കിടപ്പുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സമയത്ത് ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ചില വിടുതലുകൾ നടക്കാൻ, വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ ചെയ്യാൻ കർത്താവ് സന്നദ്ധനാണ്. ആമേൻ പറഞ്ഞ ദൈവവചനത്തെ സ്വീകരിക്കുക. കർത്താവിന് സ്തോത്രം. അതെ, ദാവീദ് തന്റെ ജീവിതത്തിനകത്ത് പറയുകയാണ്: ജന്മം വന്ന അപ്പൻ മറന്നാലും അമ്മ മറന്നാലും എന്നെ ചേർത്തു പിടിക്കുന്ന, എൻ്റെ കൂടെ എക്കാലവും കാണുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ ദാവീദ് വളരെ വേദനയ്ക്കകത്തു നിന്ന്, തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നൊരു പദമാണ്: മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മരിച്ച ഒരു വ്യക്തിയെ മരണാനന്തരം ആ വ്യക്തിയുടെ അരികിൽ അനുശോചനം അറിയിക്കുമ്പോൾ വീട്ടുകാർ ഭയങ്കര കരച്ചിലും ഭയങ്കര വേദനയും, എനിക്കിനി ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്നൊരു പിക്ചർ നമുക്ക് ഓടി വരണം. ദാവീദ് പറയാ മരിച്ചു പോയവനെ പോലെ എന്ന് പറഞ്ഞാൽ ആ മരണവും ഒട്ടനവധി പേരിലും ഒരു 3-4 മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ ആ മരണവും ഒരു ഓർമ്മയായി മാറും. ഇത്ര വർഷത്തിന് മുമ്പേ എൻ്റെ ഇന്ന ആള് മരിച്ചുപോയി, ഇനി ഇത്ര വേണ്ടപ്പെട്ട ആള് മരിച്ചുപോയി എന്നൊരു ഓർമ്മ മാത്രമായി മാറുമ്പോൾ ദാവീദ് അതേ പദം എടുത്തുകൊണ്ട് ഉച്ചരിക്കുകയാണ്. തൻ്റെ വേദനയ്ക്കകത്തു നിന്നുകൊണ്ട് ഒരു പക്ഷെങ്കിൽ താൻ ആ സമയത്ത് അനുഭവിക്കുന്ന അത്ര വേദനയുടെ ഫേസിൽ നിന്നുകൊണ്ട് പറയുക: മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം പറയുമ്പോഴും ചിലർക്കെങ്കിലും പറയാൻ കാണും: ഞാൻ എത്ര നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ കേട്ട വാഗ്ദത്തമാണെങ്കിൽ അത്രമേൽ വലിയതാണ്, എന്നെ കേൾപ്പിച്ച ദൂതുകൾ അത്രമേൽ വലിയതാണ്, പക്ഷെ ഒന്നും പ്രാവർത്തികത്തിലേക്ക് എത്തുന്നില്ല, എന്നെ മറന്നു കളഞ്ഞതുപോലെ
എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ, എന്നെ ആരും ഓർക്കാത്തതുപോലെ, ഞാൻ ഇങ്ങനൊരു ആൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഓർക്കാത്തതുപോലെ വളരെയേറെ വേദന ഞാൻ അനുഭവിക്കുകയാണെന്ന് ഒട്ടനവധി പേർക്ക് പറയാൻ കഴിയും. അതുപോലെ ദാവീദ് പറയുകയാണ്, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ നിന്ന് ചിലരെ നോക്കി ആത്മാവിൽ ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മരിച്ചുപോയവനെ പോലെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടോന്ന് പോലും അറിയാത്ത നിലയിൽ മറന്നു കളഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എല്ലാ വശത്തേക്കും 4 വശവും അടഞ്ഞ് ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, ഇനിയും എനിക്ക് ജീവിച്ചിരുന്നിട്ട് ഒരു കഥയുമില്ല എന്ന് പറഞ്ഞ് വല്ലാത്തൊരു സാഹചര്യ സമ്മർദ്ദം അങ്ങേ ഭരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങേ തിരിച്ചു പിടിക്കാൻ, തിരികെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും സുദിനം അങ്ങയുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. 2ാമത്തെ പദം ഇങ്ങനെയാണ് പറയുന്നത്, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. നമുക്കറിയാം, ഉടഞ്ഞ പാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, ഉടഞ്ഞ പാത്രത്തിനകത്ത് പ്രത്യേകിച്ചോ ഒന്നും തന്നെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു പൊട്ടിയ അല്ലെങ്കിൽ ഒരു ഉടഞ്ഞ പാത്രത്തിനകത്ത് അല്പം വെള്ളം ഒഴിച്ചാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ആ വെള്ളം ആ പാത്രത്തിൽ നിൽക്കത്തില്ല, അത് ഒഴുകിപ്പോകുവാനിടയായിത്തീരും. എന്നതുപോലെ ഇനി എന്ത് നടന്നാലും, ഇനി എത്ര ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാലും, ഹല്ലേലൂയ, എത്ര ആശ്വസിപ്പിക്കാൻ ആളുകൾ വന്നാലും, ഞാനൊരു ഉടഞ്ഞ പാത്രമാ. ആ ആശ്വാസത്തിന്റെ വാക്കുകളോ ആ ആശ്വസിപ്പിക്കലുകളോ ഒന്നും എനിക്ക് ആശ്വാസമേകത്തില്ല, എനിക്കൊരു എഴുന്നേൽപ്പാകത്തില്ല എന്ന് തൻ്റെ വേദനയ്ക്ക് അത്രമേൽ വേദനയിൽ നിന്നുകൊണ്ട് താൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങയോട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഉടഞ്ഞൊരു പാത്രം പോലെയാണോ ഇന്ന് ഈ സമയത്ത് താങ്കൾ ആയിരിക്കുന്നത്? ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഉടഞ്ഞു പോയി പാസ്റ്റർ, ഇനി അതിനകത്ത് എന്ത് സംഭവിക്കാനാ? ആര് സഹായിക്കാനാ? ആര് ഓർക്കാനാ? ആര് തേടി വരാനാ? ആരെന്നെ ഒന്ന് അന്വേഷിക്കാനാ? എന്ന് ഇത്യാദി വിഷയങ്ങളിൽ ഉടഞ്ഞുപോയൊരു പാത്രം പോലെയാണോ താങ്കൾ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുമെന്ന് ദൈവവചനം പറയുന്നത് പോലെ തന്നെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തരാൻ സന്നദ്ധനായ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിച്ച് അതെന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുവാണെന്ന് വിശ്വാസത്തോടാമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ താഴോട്ടുള്ള വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യമുണ്ട്. എങ്കിലും ഒരു പദം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 14ഉം 15ഉം വാക്യത്തിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കാലഗതികൾ ഒക്കെയും സ്തോത്രം നിന്റെ കയ്യിലിരിക്കുന്നു. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ഒരു പ്രവചന ശബ്ദം കൈമാറാം. താങ്കൾ സ്തോത്രം, താങ്കളെ ആരും ഓർക്കുന്നില്ലായിരിക്കാം, താങ്കൾക്ക് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് എല്ലാവരും പറഞ്ഞേക്കാം. മരിച്ചവരെ പോലെ സ്തോത്രം മറന്നു കളഞ്ഞതുപോലെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം പോകുന്നത്. എവിടെയാണെന്ന് പോലും അന്വേഷിക്കാത്തതാണ് ഈ മരിച്ചവനെ പോലെ ആയിരിക്കുന്നത് പറയുന്നത്. ഒരു ഉടഞ്ഞ പാത്രം പോലെ, ഇനി അതിനെ മിനുക്കിയെടുക്കാൻ കഴിയാതെ, അതിനെ ഒട്ടിച്ചു ചേർക്കാൻ കഴിയാതെ ഉടഞ്ഞുപോയൊരു പാത്രം പോലെ ആയിരിക്കാം ഇപ്പോൾ ആയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, എന്റെ കാലഗതികളൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയോടുള്ള ബന്ധത്തിൽ, അങ്ങയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കയ്യിലാണ് സകല കാര്യങ്ങളും ഇരിക്കുന്നത്. ഉടഞ്ഞൊരു പാത്രം പോലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് താങ്കളെ തിരിച്ചു പിടിക്കാൻ, മിനുങ്ങിയ അമ്പാക്കി മാറ്റാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രത്യേകതയുള്ള ഒരു പാത്രമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഹൃദയഭാരത്തെ എടുത്തു മാറ്റി എന്നിലൊരു അത്ഭുതം നടക്കാൻ പോകുന്നു, എന്നിലൊരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നെന്ന് വലിയ വിശ്വാസത്തോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.